ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലേക്ക് ഒരു ടൂർ പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലേക്ക് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് നമുക്കൊന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന നോവാസ്കോഷ്യ പ്രോവിൻസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാനഡയുടെ ഏറ്റവും ചെറിയ പ്രോവിൻസായിട്ടുള്ള പ്രിൻസ് എഡ്വേർഡ് കാനഡയിൽ മുഴുവനും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഐലൻഡാണ്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നാണ് ഇതിൻ്റെ ഒരു PEI എന്നാണ് എല്ലാവരും ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഈ ഒരു പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്. അപ്പോൾ ഇവിടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ളത് ഫിഷിങ്ങിനും സാൻഡി ബീച്ചസിനുമാണ്. ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു ഐലൻഡാണ്. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ പ്രോവിൻസ് ആണെങ്കിൽ പോലും കാനഡയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഐലൻഡായിട്ടാണ് ഈ ഒരു പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അറിയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാൻഡ് പ്ലേസസ് ഉള്ള ഈ ഒരു പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ ഇപ്പോൾ വളരെയധികം മലയാളികൾ താമസമാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നോവാസ്കോഷ്യ പ്രൊവിൻസിൽ നിന്ന് ഈ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലേക്ക് പോകാനായിട്ട് നമുക്ക് ഫെറി ഉണ്ട്, പിന്നെ നമുക്ക് ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ഒരു സൈഡിലേക്കുള്ള ഫെറിക്ക് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. മറ്റേ ബ്രിഡ്ജിലേക്ക് തിരിച്ച് ബ്രിഡ്ജിൽ കൂടെയാണ് വരണമെങ്കിൽ അത് ഫ്രീ ആണ്. അല്ലെങ്കിൽ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് പോവാം, പിന്നെ നമുക്ക് ഫെറിയിൽ കൂടെ തിരിച്ചു വരാം. അപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. അത് വളരെയധികം ടൂറിസ്റ്റ് പോകുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ആണ് ഇങ്ങനെ വളരെയധികം സൗകര്യമുള്ളൊരു ഫെയർ, ട്രാവലിംഗ് ഫെയർ അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. അപ്പം നമ്മൾ ഫെറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഫെറിയുടെ പൈസയൊക്കെ കൊടുക്കുന്ന കൗണ്ടറാണത്. അപ്പോൾ 2 കൗണ്ടറുണ്ട് നമ്മുടെ ഈ ഒരു ഏരിയ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു 45 മിനിറ്റ്സ് നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. കാരണം നമ്മൾ കേട്ടിരുന്നു ഭയങ്കര തിരക്കായതുകൊണ്ടോ എന്തൊക്കെയോ ബുക്കിംഗ് നേരത്തെ ചെയ്ത് കഴിഞ്ഞാലാണ് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മൾ ആ ബുക്കിംഗ് നമ്പറും നമ്മൾ കയറാനുള്ള എന്തോ ഒരു ടിക്കറ്റും അവർ തന്നിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടിക്കറ്റൊക്കെ കൊണ്ട് നമ്മൾ ഫെറിയിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു 3-4 ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈൻ ട്രക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ലൈനായിരുന്നു. അപ്പോൾ വലിയ വലിയ ട്രക്കുകളും ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ലൈനാണ്. ട്രക്കുകൾക്ക് നിൽക്കാനായിട്ട് ഒരു ലൈൻ, കാറുകൾക്ക് നിൽക്കാനായിട്ട് ഒരു ലൈൻ, പിന്നെ ട്രക്കുകൾ വേറൊരു ഫ്ലോറിൽ. അങ്ങനെ 2-3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു ഫെറിയാണത്. അപ്പോൾ നോർത്ത് കുംബർലാൻഡ് ഫെറീസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെറി സർവീസ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഐലൻഡൊക്കെയാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫെറിയിൽ കയറാനായിട്ട് വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ്. വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് കഴിഞ്ഞ വർഷം ഈ ഒരു പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ പോയിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലമാണത്. സമ്മറിലാണ് പ്രത്യേകിച്ച് എല്ലാവരും ഇവിടെ വെക്കേഷൻ വരുന്നത്. സമ്മറിലൊക്കെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണത്. വളരെയധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന, അതുപോലെ വളരെയധികം മലയാളികളൊക്കെ താമസിക്കുന്ന വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐലൻഡാണിത്. അപ്പോൾ ഇത് നമ്മൾ കയറിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് കാണിച്ചു തരും ഏത് സൈഡിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ സൈഡിലേക്ക് നമ്മൾ കയറ്റിവിടും. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ടിലാണെന്ന് തോന്നുന്നു ട്രക്കുകളൊക്കെ നിൽക്കുന്നത്. അതുപോലെ അതിൻ്റെ മുകളിലത്തെ തട്ടിലാണ് നമ്മുടെ കാറുകൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് 2 ഫ്ലോറുകൾ പിന്നെയും മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലൊക്കെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു കപ്പൽ പോലത്തെ തന്നെ വളരെയധികം സൗകര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ഞങ്ങളവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് വേറൊരു ഫാമിലി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരണമെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് യൂസ് ചെയ്യാൻ, അതുപോലെ സ്റ്റെപ്പുകളും ഉണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് കയറി മുകളിലേക്ക് പോയത്. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ വിശാലമായിട്ടുള്ള സൗകര്യമാണ് കേട്ടോ. മുകളിൽ നമുക്ക് സീറ്റിലൊക്കെ ഇരിക്കാൻ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിറയെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എണ്ണം അനുസരിച്ച് ആൾക്കാരെയും ഇത്രയും വണ്ടികളാണ് അവർ കയറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളായിരുന്നു ഏറ്റവും ലാസ്റ്റ്. വളരെ സൗകര്യമായിട്ട് തന്നെ നമ്മൾ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫുഡ് കോർട്ട് പോലെ അവിടെ ഉണ്ട്. അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ, വലിയ ആർഭാടായിട്ടുള്ള ഫുഡൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് വയറ് നിറയുന്ന രീതിയിൽ കഴിക്കാനായിട്ട് ഫുഡുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലെയായിരുന്നു തോന്നുന്നു കേട്ടോ. അതായത് ഇവിടെ ബേക്കണും പൊട്ടറ്റോ, പിന്നെന്താണ് എഗ്ഗ്,
അങ്ങനെയൊക്കെ കൂടി ഓർഡർ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു പാക്കായിട്ടും ഉണ്ട്. അതുപോലെ സെപ്പറേറ്റും നമുക്ക് ഓർഡർ കൊടുക്കാം. പിന്നെ കോഫിയും ടീയും ജ്യൂസ് പിന്നെ ജാം കെച്ചപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം നല്ല ചൂടോടുകൂടി തന്നെയാണ് അവർ വിളമ്പുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള ടേബിളുകളും ചെയറുകളും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ടോസ്റ്റൊക്കെ നമുക്ക് അവർ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പം നല്ല ചൂടോടുകൂടി അതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാനായിട്ട് നല്ല സൗകര്യമായി വളരെ നന്നായിട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് പോലെ കോഫി എടുത്തിട്ട് ക്രീമൊക്കെ ഒഴിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് അതിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അങ്ങനെയുള്ള സൗകര്യത്തിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ബേക്കണും പിന്നെ എഗ്ഗ് പിന്നെ പൊട്ടറ്റോ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ സൗകര്യമായിട്ട് തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെയും പ്രിൻസ് എഡ്വേർഡിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.